അൻവർ മത്സരിക്കുന്നുണ്ടെങ്കിൽ അത് UDF ഏൽക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ്. കാരണം UDF കൊണ്ടു നടന്ന് ആഘോഷിച്ച ഒരു സംഭവമാണ് അൻവർ ഇടതുപക്ഷത്തു നിന്ന് മാറി പുറത്തു വന്ന് ഉണ്ടായ പിന്നീടുള്ള സംഭവവികാസങ്ങളെല്ലാം. അൻവറിനെ നിലമ്പൂരിൽ വെച്ചാണ് കേരളത്തിലെ മുഴുവൻ UDF നേതാക്കളും കൂടെ സ്വീകരിച്ചത്. തറവാട്ടിലേക്ക് സ്വീകരിക്കുന്നു എന്നായിരുന്നു അന്ന് എന്നുള്ള അടിക്കുറിപ്പ്. അപ്പോൾ UDF പുറത്തേക്ക് അടർത്തി കൊണ്ടുപോയി പിന്നീട് ആഘോഷപൂർവ്വം കേരളം മുഴുവൻ കൊണ്ടുനടന്നു. CPM-നെതിരായും ഇടതുപക്ഷത്തിനെതിരായുമുള്ള UDF രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട മുഖമായി അൻവറിനെ മുന്നിൽ നിർത്തി ആ നിലയിൽ കേരളത്തിൽ രൂപപ്പെടുത്തുന്ന കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മുന്നണിയിലെ ഒരു പ്രധാന ഇണക്ക് കണ്ണിയായിട്ടാണ് അൻവറിനെ ഈ ദിവസം വരെ UDF കൊണ്ടുവരുന്നത്. ഇപ്പോൾ UDF അൻവറിനെ ന്യായമായൊരു മിതമായ ഭാഷയിൽ പറഞ്ഞാൽ പറ്റിച്ചടങ്ങും. അപ്പോൾ പറ്റിക്കപ്പെടുന്ന ഒരാൾക്കുണ്ടാവുന്ന മനോവ്യാപാരങ്ങളുണ്ട്. അതിലൂടെയാണ് അൻവർ കടന്നു പോകുന്നത്. വിശ്വസിച്ച് നമ്മളെ അവിടെ ചെന്ന് കൊണ്ടു നടന്ന് അവസാനം വഴിയിൽ ഉപേക്ഷിക്കുമ്പോൾ ഏതൊരാൾക്കും ഉണ്ടാവുന്ന ഒരു ആത്മവിശ്വാസക്കുറവുണ്ട്. അത് വലിയ ഒരാളോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. രാഷ്ട്രീയത്തിൽ ഇങ്ങനെ പെരുമാറാറില്ല. രാഷ്ട്രീയത്തിൽ പൊതുവെ ഒരു നമ്മൾ സംസാരിച്ചൊരു ഉറപ്പ് സമൂഹത്തിന് മുന്നിൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികളെല്ലാം കൃത്യമായി അവിടെ ഉറച്ചുവെക്കും. ഞങ്ങളാണ് വെച്ചാൽ ഒരാളോടൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഞങ്ങളങ്ങ് ഉറച്ചുവെക്കും. അല്ലാതെ ആളെ വഴിയിലിട്ട് പിന്നെ ചാക്ക് കയറ്റി കൊണ്ടുവന്നിട്ട് പിന്നെ പുഴയിൽ തള്ളുക എന്നുള്ള പരിപാടിയൊന്നും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇവരുണ്ടായിട്ടില്ല. ഇത് ചാക്ക് കയറ്റി അൻവറിനെ കൊണ്ടുപോയി വഴിയിൽ ഉപേക്ഷിച്ച് ഇവരവരുടെ വഴിക്ക് പോയിരിക്കുകയാണ്. ഒരാളോട് പൊതുരംഗത്തായാലും സാമൂഹിക രംഗത്തായാലും ജീവിതത്തിലായാലും ചെയ്യാൻ പാടില്ലാത്ത നിഷ്ഠൂര പ്രവർത്തനമാണ് UDF അൻവറിനോട് ചെയ്തത്. ഇനിയിപ്പോൾ അൻവറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ വഴി തേടുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. എത്ര ദൂരം പോകുന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു തീരുമാനം അൻവറെടുത്ത് പ്രായോഗികമാക്കുന്നുണ്ടെങ്കിൽ അത് UDF ഇതുവരെ തുടർന്നു പോരുന്ന അവസരവാദ രാഷ്ട്രീയത്തിന് ഏൽക്കുന്ന ഒരു വലിയ തിരിച്ചടിയായിരിക്കും. ഇതിപ്പോൾ UDF കൊടുത്തൊരു ഉറപ്പിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അദ്ദേഹം CPM-നെയും സർക്കാരിനെയും ഒക്കെ ഇങ്ങനെ വിമർശിച്ച് ഇറങ്ങിയിട്ടുണ്ടാവുക. അല്ല, നിർമ്മല ബുദ്ധിക്കാരനായ നിങ്ങൾക്ക് പോലും ഈ സംശയപ്പെടുണ്ടായല്ലോ. എന്താ കാരണം വെച്ചാൽ ഈ ഒരു ഉറപ്പും കിട്ടാതെ അൻവർ പോവില്ല. ഞങ്ങൾക്കറിയാം അൻവർ പുറത്തേക്ക് പോകുന്നു പറഞ്ഞാൽ ഞങ്ങൾക്കറിയാം UDF നൽകിയൊരു ഉറപ്പെന്നാണെന്ന് പോകുന്നില്ല. അൻവർ വലിയ പ്രതീക്ഷയോടുകൂടിയാണ്. അൻവർ എല്ലാ UDF നേതാക്കന്മാരുടെയും വീട്ടിൽ കയറി ഇറങ്ങി ഇന്ത്യ കാലുള്ളത്. നിങ്ങൾക്കെല്ലാം അറിയാം. അൻവർ കോൺഗ്രസ് നേതാക്കന്മാർ സതീശൻ, നമ്മുടെ സുധാകരൻ, മുരളീധരൻ, രമേശ് അവരോടെല്ലാം വളരെ സൗഹൃദപൂർവ്വമായിട്ടാണ് പിന്നീടുള്ള സന്ദർഭങ്ങളിൽ പെരുമാറിയതും പ്രവർത്തിച്ചതും അവരാൽ പ്രകീർത്തിക്കപ്പെട്ടതും നമ്മൾ കണ്ടാണല്ലോ. അത് കഴിഞ്ഞു പാണക്കാട് തങ്ങളെ വീട് ഇട്ടിട്ട് എത്ര തവണ കുഞ്ഞാലിക്കുട്ടിയുടെ വീട്ടിൽ തന്നെ അവർ പോയി. അൻവർ പോയി. അതിൻ്റെ അർത്ഥം എന്താ? അതൊരു ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലില്ല. ആ ഉറപ്പ് പാലിക്കപ്പെടുന്നില്ല എന്ന് വന്നപ്പോഴുള്ള പ്രയാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരെയൊക്കെ തന്നെ അൻവർ കാണുകയുണ്ടായി. സാധാരണഗതിയിൽ അത് സംബന്ധിച്ചുള്ള വാക്പ്രയോഗം മുഖ്യമന്ത്രി 2 ദിവസം നടത്തിയിരുന്നു. UDF എങ്ങനെയാണ് അൻവറിനോട് പെരുമാറിയിരുന്നത്. ഒരിക്കലും ഇത് പാടില്ല. UDF ചെയ്തത് വലിയ തെറ്റായ രീതിയിലുള്ള അവരുടെ പ്രവർത്തനത്തിൻ്റെ ഒരു പ്രകടനമാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഇതൊക്കെ അല്ല, UDF അല്ലെങ്കിലും തോൽക്കും. ഇനിയിപ്പോൾ അൻവർ അവിടെ ചെന്ന് അവിടെ നിന്ന് പിന്തുണ പ്രഖ്യാപിച്ചു എന്നാൽ പിന്നെ UDF ജയിക്കും. UDF നിലമ്പൂരിൽ തോൽക്കും എന്നുള്ളൊരു പുതിയ സംഭവമില്ല. 2 തവണ തോറ്റ് കഴിഞ്ഞിരിക്കുക. 2 തെരഞ്ഞെടുപ്പിൽ UDF തോറ്റല്ലോ. 2 തെരഞ്ഞെടുപ്പിൽ തോറ്റ UDF 3ാമത്തെ തെരഞ്ഞെടുപ്പിലും ന്യായമായി തോൽക്കും, കൂടിയ ഭൂരിപക്ഷത്തിന് തോൽക്കും. അതിന് സഹായകരമായ മറ്റൊട്ടേറെ ബോധ്യ പശ്ചാത്തലം നിലമ്പൂരിൽ നിലനിൽക്കേണ്ടത്. അത് ഞാൻ ഇപ്പോൾ പറയുന്നില്ല എന്നേ ഉള്ളൂ. UDF തോൽപ്പിക്കുന്ന UDF-നകത്തെ ഘടകങ്ങളൊന്നും ചെയ്യാതെയിട്ടില്ല. അതോടെ നിൽക്കും. ആ ഘടകങ്ങൾക്ക് ആത്മവിശ്വാസത്തോടു കൂടി പ്രവർത്തിക്കാൻ സഹായിക്കും അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വം.